ഒരു കുക്കറിൽ ഈസി ആയിട്ട് എങ്ങനെ നല്ല കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. അരമണിക്കൂർ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ. അതിനായി ആവശ്യത്തിന് ചിക്കൻ എടുക്കണം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് തൈരും കൂടെ ഒഴിച്ചേക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ചിക്കൻ കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഒരു കുക്കർ എടുത്ത് അതിൽ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം. പിന്നെ കുറച്ച് ഗ്രാമ്പുവും പട്ടയും കൂടെ ആഡ് ചെയ്യാം. പിന്നെ 2 അനിയൻ ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഓണിയനിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അനിയൻ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ മാറ്റി വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. അത് വരട്ടി കുറച്ച് ടൊമാറ്റോസും കൂടെ ആഡ് ചെയ്യാം. അത് നന്നായി വരണ്ട് വരുമ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. നിങ്ങളും അതേപോലെ എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഫ്ലേവറിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് കഴുകി മാറ്റി വെച്ച അരി കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വിസിൽ വെച്ചേക്കാം. ഒരു വിസിൽ കേട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പോഴേ ഇതൊന്ന് കുക്കായും കിട്ടാറുള്ളൂ. എന്ത് ഈസിയല്ലേ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ. ഇനി ഒരു വാഴയിലയിൽ നമ്മുടെ കുക്കർ ബിരിയാണിയും കുറച്ച് സലാഡും ഒരു മുട്ടയും ഒരു പപ്പടവും കുറച്ച് അച്ചാറും കൂടെ ചേർത്ത് ആസ്വദിക്കാം.